വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം സംസാരിക്കാനാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. വിഷയം മറ്റാരുമല്ല, സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ രേണു തന്നെയാണ്. രേണു ഇപ്പം വളരെ വളരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരെല്ലാം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രേണുവിന്റെ അസുഖം അതൊരു കണ്ടന്റ് ആക്കി, അത് പൈസ സമ്പാദിക്കാനായിട്ടുള്ള ഒരു കണ്ടന്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് രേഷ്മ പി തങ്കച്ചൻ. അങ്ങനെ രേഷ്മ പി തങ്കച്ചൻ നമ്മളെല്ലാവരെയും പറ്റിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവർക്കെതിരെ നടപടി എടുക്കണം. മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി വരെ എത്തിയിട്ടുണ്ട്. രേഷ്മ പി തങ്കച്ചനെതിരെ ഈ ഒരു അസുഖം കണ്ടന്റ് ആക്കുന്നുണ്ട്. ഈ ഒരു അസുഖം സത്യമാണോ എന്ന് അന്വേഷിക്കണം. വീഡിയോയിൽ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് ഈ കോപ്രായങ്ങൾ കാണിക്കുന്നതെല്ലാം തെറ്റാണോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷനിൽ കണ്ണൂരിലുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയുന്നതിന് മുന്നേ നമ്മുടെ രേണു, അതായത് രേഷ്മ പി തങ്കച്ചൻ, അവരിനി അങ്ങനെ വിളിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അവര് കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സീമാജി നായർ, അവര് ഈ ക്യാൻസർ പേഷ്യന്റിനൊക്കെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. സീമാജി നായർ കോട്ടയം മെഡിക്കൽ കോളേജിലെ ICUവിൽ ചെന്ന് രേഷ്മയെ കണ്ടു, രേഷ്മയൊത്ത് ഫോട്ടോ എടുത്തു, രേഷ്മയെ സഹായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് രേഷ്മ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയും വീഡിയോയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ സീമാജി നായർ അത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടുകൂടി അതൊരു പ്രശ്നമായി. കാരണം ICUവിൽ, അതായത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഇത്ര സീരിയസ് ആയിട്ടുള്ള ക്യാൻസർ ബാധിതർ കിടക്കുന്ന ICUവിൽ പുറത്തുനിന്നുള്ള ഔട്ട്സൈഡേഴ്സിനെ ഒരു മനുഷ്യരെ കയറ്റില്ല, ബൈസ്റ്റാൻഡേഴ്സിനെ പോലും കയറ്റില്ല. കാരണം അവർക്ക് ഇൻഫെക്ഷൻ പെട്ടെന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ എങ്ങനെ സീമാജി നായർ ICUവിൽ ചെന്ന് രേഷ്മയെ കണ്ടു എന്ന് ഒരു ചർച്ചാ വിഷയമാവുകയും, അപ്പോൾ മെഡിക്കൽ കോളേജുകാർ തന്നെ പറയുന്നു അത് മെഡിക്കൽ കോളേജിനെ വലിയ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പെണ്ണുപിള്ള, അതായത് രേഷ്മ പി തങ്കച്ചൻ വളവളാന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും കള്ളത്തരങ്ങളും അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, മറ്റുള്ള പല സ്ഥലത്തും പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊന്നും ആലോചിക്കുകയില്ല. ഇപ്പോൾ കോട്ടയം പോലുള്ള ഇത്രയും വലിയ മെഡിക്കൽ കോളേജിലെ ICUവിൽ സീമാജി നായർ ചെന്നു എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അത് മെഡിക്കൽ കോളേജിനെ ബാധിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ICUവിൽ പുറത്തുനിന്നുള്ള ഒരു മനുഷ്യരെ അകത്തേക്ക് കയറ്റില്ല. അപ്പോൾ അവിടെ പോയി അവിടെ പോവുക മാത്രമല്ല, അത് ഫോട്ടോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടേ ഇല്ല എന്ന് സീമാജി നായർ ഇപ്പൊ മാധ്യമങ്ങളോട് വന്ന് പറഞ്ഞു. കാരണം അത് സീമാജി നായർക്ക് പ്രശ്നമാണ്, മെഡിക്കൽ കോളേജിന് പ്രശ്നമാണ്, എല്ലാവർക്കും അത് പ്രശ്നമായതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം സത്യത്തിൽ നടന്നിട്ടില്ല. അത് സീമാജി നായർ വന്ന് പറഞ്ഞു, ഞാൻ അവിടെ പോയിട്ടില്ല, പിന്നെ എൻ്റെ ഫോട്ടോ എടുത്തത് അത് AI മൂലം ഉണ്ടാക്കിയെടുത്ത ഫോട്ടോയാണ്, അല്ലാതെ ഞാൻ അവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവർ വന്നു. അവർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത് വരാൻ കാരണം നമ്മുടെ ഷെഫീന തത്തയാണ്. ഷെഫീന തത്ത സീമാജി നായരെ വിളിച്ച് സംസാരിച്ചു. ആ വീഡിയോ ഷെഫീന തത്ത അവരുടെ ചാനലിലിട്ടു. അങ്ങനെയാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ ഇത് അറിഞ്ഞ ഉടനെ നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ വെറുതെ ഇരിക്കുവോ? അവരെന്ത് ചെയ്തു? അവര് നേരെ മലക്കം പറഞ്ഞു. അവരും ഒരു വീഡിയോ ആയിട്ട്, അതായത് രേഷ്മ പി തങ്കച്ചൻ, രേണു ഒരു വീഡിയോ ആയിട്ട് വന്നു. ഇല്ല എന്നെ അവർ കാണാൻ വന്നിട്ടില്ല, എന്നെ സീമ ചേച്ചി കാണാൻ വന്നിട്ടില്ല, എൻ്റെ ചേച്ചിയെ അടുക്ക വന്നു, എന്നിട്ട് എൻ്റെ ചേച്ചിയുടെ മുഖേന വീഡിയോ കോളിൽ ഞാൻ അവരെ കണ്ട് സംസാരിച്ചു, എന്നിട്ട് എനിക്ക് സഹായങ്ങളും ചെയ്ത് തന്നിട്ട് അവർ പോയി എന്നാണ് ഇപ്പോ രേണു ഒരു വീഡിയോയിൽ വന്ന് പറയുന്നത്. അതാദ്യം നമുക്കൊന്ന് കേൾക്കാം. ഹലോ, നമസ്കാരം. രേണു സുധിയാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അതായത് അൻഷാദ് എന്ന് പറയുന്നവൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. സീമാജി നായർ ചേച്ചി ഹോസ്പിറ്റലിൽ വന്നെന്നുള്ള സത്യമാണ്. എന്നെ കാണാൻ ICU കയറിയിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല. വീഡിയോ കോളിലാണ് എൻ്റെ ചേച്ചി കാണിച്ചു തന്നത് ചേച്ചീനെ. അതുപോലെ ആ ഒരു പിക്ക് AI പിക്കാന്ന് ബുദ്ധിയുള്ളവർക്കും അല്ലാത്തവർക്കും എല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഞാൻ ഇട്ടേക്കുന്ന AI പിക്ക്. അങ്ങനെ ഒരു പിക്ക് ചേച്ചി എന്നെ നേരിട്ട് കാണാത്തതുകൊണ്ട്, എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ഫോട്ടോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടും, ICU കയറ്റാത്തത് കൊണ്ടും ആ ഒരു പിക്ക് AI വെച്ചിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ആ AI വെച്ചിട്ട്, അല്ലാതെ അത് എല്ലാവർക്കും കണ്ടാൽ അറിയാം AI ആണ്. അപ്പം പിന്നെ അവിടെ ആ ഹോസ്പിറ്റലിൽ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് നമുക്ക് ICUവിൽ ഇടേണ്ട വേഷം. മെഡിക്കൽ കോളേജിൻ്റെ കാര്യം അറിയാമല്ലോ. ആരും ICUവിൽ കയറ്റത്തൊന്നുമില്ല. ചേച്ചി ആവശ്യത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എനിക്കിപ്പം ബാത്റൂമിൽ പോകണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്റർമാർ വിളിക്കുമ്പോൾ എൻ്റെ ചേച്ചി വന്ന് കാണും. എങ്ങനെ ഇരിക്കുന്നു? ഇനി നമുക്ക് ഈ സീമാജി നായരും നമ്മുടെ ഷെഫീന താത്തയും തമ്മിൽ സംസാരിക്കുന്ന ആ സംഭാഷണവും കൂടെ ഒന്ന് കേൾക്കാം. അതെനിക്ക് 4th സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് മറ്റേ ആർട്ടിസ്റ്റുകൾ പറയുന്നത്. പക്ഷെ എന്നാലും ഞാൻ 2 വർഷം അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തു. ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിട്ട് ഈ ആ കുട്ടിയെ ഞാൻ അതിനോട് ചേർന്ന് നിന്നിട്ട് ഫൈറ്റ് ചെയ്താന്നുള്ളതല്ല, ഞാൻ അതിനെ ഈ പറഞ്ഞ പോലെ അസുഖമാണെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു വിഷമം തോന്നി. കാരണം ഞാനതൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഞാനൊരിക്കലും അതിനെ ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ ആ കുട്ടിയുടെ വീഡിയോ കാണുകയോ അല്ലെങ്കിൽ അതിനെ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഒന്നാമത് എന്നാന്നൊരു ഷെഫീന, ഒന്നിനും സമയമില്ല. കാരണം
ഈ ഒരാളുടെ കാര്യമല്ലല്ലോ, ഒരുപാട് പേരുടെ കാര്യമുണ്ട്. അത് പലതും കടങ്ങളും അതും ഇതും എല്ലാം കൂടി ആയിട്ട് നമ്മൾ പലരെയും പിടിച്ചു നിർത്താനും ഇപ്പോഴും അവനെ ചികിത്സിച്ച വകയിൽ കടമുണ്ട്. അത് അവന്റെ ഫാമിലിക്ക് അറിയാം. അപ്പൊ ഇതെല്ലാം കിടന്നാകെ വിഷമിക്കുമ്പം ക്യാൻസറാന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ കുട്ടിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഹെൽപ്പ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാനതിന് ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ ഒരിക്കലും ഷഫീനയ്ക്ക് അറിയാതിരിക്കാം, ഞാൻ കുറെ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എവിടെ കയറണം എവിടെ കയറണ്ട, എങ്ങനെ പോയി ഒരു പേഷ്യന്റിനെ നമുക്ക് കാണാം എന്നുള്ളതെല്ലാം എനിക്കറിയാം. ഞാൻ ഒരിക്കലും ഞാൻ പറയട്ടെ മോളെടാ, അത് ഞാൻ പറയട്ടെ, അത് ആർക്കും എന്തും പറയാമല്ലോ. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അല്ല ആരും എന്തും പറയാമെന്നുള്ള ടൈമല്ല, അവളുടെ കൂടെ നിൽക്കുന്നവർത്തനാണ് അത് പറയുന്നത്. അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നുണ്ടോ? അറിയില്ല നമുക്കിത് അറിയില്ലല്ലോ മോളെ, നമുക്കിതിനെ കുറിച്ച് അറിയില്ലല്ലോ. ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഇപ്പൊ ഇവള് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് ഷഫീനയോട് പറയൂ, ആ ഫോട്ടോ നോക്കിയാൽ അറിയാൻ പറ്റും. അത് ആർക്ക് വേണമെങ്കിലും എവിടെ പോയി സെർച്ച് ചെയ്താലും അത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ICU അല്ല, അറിയാൻ പറ്റും. അപ്പം ഇനിയിപ്പം എങ്ങനെ ഒരു പരാതി എവിടെ പോയാലും അതാണെങ്കിലല്ലേ നമുക്കെതിരെ പരാതി വരുള്ളൂ. സീമയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൂടെ ഞാൻ വ്യക്തമാക്കി തരാം. ഇപ്പം സീമയെ പോലുള്ളവരെയൊക്കെ അവള് വിളിപ്പിക്കുന്നതും അവിടെ സീമ പോയി കാണുമ്പോൾ ഫോട്ടോ എടുത്ത് ഇതുപോലെ എഡിറ്റ് ചെയ്ത് ഇടുന്നതും ഒക്കെ തന്നെ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. എല്ലാവരും ഇത് AI ആണോന്ന് അന്വേഷിക്കത്തില്ല. നമ്മള് ഈ ഫീൽഡിലുള്ളതുകൊണ്ട് നമുക്കിത് മനസ്സിലാകും. മോളെ ഞാന് അത് മാത്രമല്ല, ഒരു നമുക്ക് പോലും ചേച്ചി സീമ ചേച്ചിയാണ് അത് മോളെ അത് എഡിറ്റഡ് ആണെന്ന് പറഞ്ഞപ്പോ ഞാനത് നോക്കിയപ്പോ ക്ലിയർ ആയി. എനിക്ക് ശരിക്കുള്ള ഫോട്ടോ സീമ ചേച്ചി കാണിച്ചപ്പോഴാണ് അല്ല ഞാനത് നിനക്ക് അയച്ചു തന്നില്ലായിരുന്നു. കാരണം അതില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, അതിന്റെ ICUവിന്റെ അകം എങ്ങനെയാണെന്നുള്ളത് എന്റെ ദേഹസത്യം എനിക്കതിന് ഇത് എന്തിനു ചെയ്തു എന്നറിയാമോ? ആ ചെക്കൻ ഹോസ്പിറ്റലിൽ ചെന്നില്ല, ICUവിനകത്തേക്ക് പോലും സീമയ്ക്ക് കയറാൻ പറ്റി. പക്ഷേ അന്ന് ഹോസ്പിറ്റലിൽ പോയി മുഖം കാണിക്കാൻ പോലും കിച്ചു തയ്യാറായി. ആ ചെറുകനെ ടാർഗറ്റ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. എവർക്ക് എന്തെങ്കിലും സംഭവിച്ച ആ കുട്ടീനെ നോക്കാനുള്ള ഒരു പയ്യനാണത്. ബോധവും വിവരവും ഇല്ലാത്തൊരു സ്ത്രീ. അതാണ് ഞാൻ ഒന്നും പറയണില്ല. അല്ല ഷഫീന, ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പൊ ഞാൻ ഒരുപാട് പേരുടെ പുറകെ സത്യം സീമാജി നായർ പറയുന്നത് ഇവരെ ഫോളോ ചെയ്യുന്ന, അതായത് രേണു സുധിയെ, രേഷ്മ പി തങ്കച്ചനെ സീമാജി നായർ ഫോളോ ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു അസുഖമാണെന്ന് അറിഞ്ഞപ്പോഴത്തേന് ചെന്നതാണ് എന്നൊക്കെയാണ്. പാവ ഇവർക്ക് അറിയുന്നുണ്ടോ ഇവരെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഇവര് സഹായങ്ങളും മേടിച്ച് ഇവർ യൂസ് ചെയ്യുമെന്നുള്ള കാര്യം ആർക്കും അറിയുന്നില്ല. അപ്പം അവരങ്ങനെ പറയുന്നുണ്ട്. എത്ര ഫ്രോഡാണല്ലേ ഈ രേണു സുധി, ഇത്രയും കാണിച്ചു കൂട്ടിയിട്ട് ഈ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് കൂടി തന്നെ അവരെന്തൊക്കെയാ പറയുന്നത്. അപ്പം നമുക്കിനി ഇവരുടെ കണ്ണൂർക്കാരനായിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഇവർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ കാണാം, അറിയാം, കേൾക്കാം. അവന്റെ ആദ്യ മകനുമായി ബന്ധപ്പെട്ടും ഒക്കെ വിഷയങ്ങളാണ്. ഞാൻ എനിക്കൊന്ന് അവരെ കുറിച്ച് വളരെ തുച്ഛമായ വീഡിയോകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവരുടെ ഇപ്പോൾ അവർക്ക് എന്തോ അസുഖമാണെന്ന് പറയും. പത്തനംതിട്ട ജില്ലയിലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയി ചെയ്തു. കീമോ ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ തലമുടി പൂർണ്ണമായും പോകും, വിഗ് വെക്കാൻ വേണ്ടി ഒന്നും ഇരിക്കത്തില്ല. 2, കീമോ ചെയ്യുന്ന ഒരാൾ അവരുടെ ദേഹത്ത് പിടിപ്പിക്കുന്ന മെഡിക്കൽ ഉപകരണം വെച്ച് ഇങ്ങനെ അടിച്ച് പാട്ട് പാടാനോ, ഞാൻ വീണ്ടും ഇതാ വരുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ ചാനലുമായിട്ട് പുറത്തു വരാൻ പോകുന്നു, വീണ്ടും വരും, വീണ്ടും കാണാം മോനെ എന്നൊന്നും പറഞ്ഞ് ഈ ക്യാൻസർ പേഷ്യൻസിന്റെ കിടക്കുന്ന കിടക്കയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാനോ അത് അപ്ലോഡ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എന്നുള്ളതാണ് ഒരിക്കലെങ്കിലും RCC പോയിട്ടുള്ള ആൾ മനസ്സിലാക്കും. എന്നെ കേൾക്കുന്ന പലരും RCCയിൽ പോയിട്ടുള്ളവരോ അല്ലെങ്കിൽ രോഗികളെ കാണാൻ പോയിട്ടുള്ളവരോ കുടുംബത്തിലോ എവിടെയെങ്കിലുമൊക്കെ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാവും. ഇത് നിങ്ങൾ താരതമ്യം ചെയ്ത് നോക്കണം എന്ന് മാത്രമേ എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ളൂ. അദ്ദേഹമായിട്ടുള്ള സംഭാഷണം സ്വകാര്യമായ സംഭാഷണത്തിന്റെ ചില ശകലങ്ങളായതുകൊണ്ടാണ് പൂർണ്ണമായും കേൾപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് സാഹിർ കണ്ണൂർ എന്നാണ്. ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു സംശയമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്നു. അദ്ദേഹം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് രേണു സുധിയുടെ രോഗം എന്താണ്, രോഗാവസ്ഥ എന്താണ്, അവർ പറയുന്നത് ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്നും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇത് പല രീതിയിലുള്ള കണ്ടന്റ് ആക്കി വെളിയിൽ വിടുകയും അവർക്ക് ഗൾഫിൽ പോയിട്ട് ഷോ നടത്തിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വേറൊരു യൂട്യൂബറായ ലേഡിയുമായി ഉണ്ടായ പ്രശ്നത്തിന്റെ പുറത്ത് അവർ പരാതി അയച്ചുകൊണ്ട് എയർപോർട്ടിലൂടെ നിർബാധം കടന്നു വരാൻ പറ്റാതിരിക്കുകയും അവരെ നല്ലപോലെ കസ്റ്റംസ് ചോദ്യം ചെയ്യുകയും
തെളിവെടുക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളത് പുറത്തു വന്നതിന് ശേഷം അവർ ഗൾഫിലേക്ക് പോകാതിരിക്കുകയും അതിനുശേഷം പെട്ടെന്ന് താൻ രോഗിയാണെന്ന് പറയുകയും ആ രോഗം വെച്ച് തന്നെ ചില കണ്ടിട്ടില്ലേ 55-ാമത്തെ വയസ്സിൽ 60-ാമത്തെ വയസ്സിലും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോൾ ഗർഭം ആണ് എന്ന് പറഞ്ഞ് വീഡിയോ ഇടുകയും ആ ഗർഭസ്ഥ ശിശുവിനെ വെച്ച് കാശ് എടുക്കാനുള്ള മാർഗം ചെയ്യുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഈ രോഗം വെച്ച് പണം പിരിക്കുകയാണോ എന്നൊരു പൊതുസമൂഹത്തിന് ധാരണയുണ്ടാകുന്നു. ആ ധാരണയ്ക്ക് കാരണം അവരും അവരുടെ ഭർത്താവിൻ്റെ ആദ്യത്തെ മകൻ കിച്ചു എന്ന് പറയുന്ന പയ്യനുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ വരികയും അതിലൂടെ കൂടുതൽ റീച്ച് കിട്ടി പണം ഉണ്ടാക്കാനും സെലിബ്രിറ്റികളെല്ലാം അങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊന്ന് കാണണമെന്ന് പറയാനും അവരങ്ങോട്ട് ചെന്നിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നതും പണം കൊടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് പൊതുപ്രവർത്തകനായ സാഹിർ കണ്ണൂർ എന്ന് പറയുന്ന ആള് ബഹുമാനപ്പെട്ട ജുഡീഷ്യൽ ചെയർപേഴ്സൺ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മുൻപാകെ ഈ പരാതി സമർപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ്. ക്യാൻസർ രോഗം ബാധിച്ചു എന്ന് അവകാശപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന രേണു സുധി എന്ന വ്യക്തിയുടെ പ്രവർത്തനങ്ങളിൽ എനിക്ക് അനുഭവപ്പെടുന്ന ചില ഗുരുതരമായ സംശയങ്ങൾ പങ്കുവെക്കുന്നതിനാണ് ഈ അപേക്ഷ. ഒരു സാമൂഹ്യ പ്രവർത്തന നിലയിൽ RCC, അമൃത ഹോസ്പിറ്റൽ, CMC വെല്ലൂർ തുടങ്ങിയ പ്രമുഖ ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്ന വ്യക്തിയാണ് ഞാൻ. ക്യാൻസർ രോഗികൾ ചികിത്സാ ഘട്ടങ്ങളിൽ ശാരീരികവും മാനസികവുമായി അനുഭവിക്കുന്ന കഠിനമായ വേദന, കീമോതെറാപ്പി പോലുള്ള ശാരീരിക അവശതകൾ എന്നിവ നേരിൽ കണ്ടിട്ടുള്ള വ്യക്തി എന്നുള്ള ആളാണ് ഞാൻ. എന്നാൽ പ്രസ്തുത വ്യക്തിയുടെ വീഡിയോകളിൽ കാണുന്ന പെരുമാറ്റ രീതികൾ ഇത്തരം ചികിത്സകൾക്ക് വിധേയമാകുന്ന രോഗികളുമായി ഒത്തുപോകുന്നില്ല. എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു ക്യാൻസർ രോഗിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷനെ ഇടപെടും. കാരണം രോഗം വെച്ച് മറ്റൊരു രോഗമുള്ള ധാരാളം ആൾക്കാരെ അവരെല്ലാം കബളിപ്പിക്കപ്പെടുന്നവരാണ് സമൂഹത്തെ തോന്നിപ്പിക്കുന്ന രീതിയിൽ സെലിബ്രിറ്റിയാണെന്ന് സ്വയം അഹങ്കരിച്ചുകൊണ്ട് ഒരു സ്ത്രീ കാണിക്കുന്ന കുടിലതയാണോ ഊടായ്പാണോ ഇതെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സംശയം. ആ സംശയം ന്യായമാണ്. ഈ സംശയം ഇവരെ ശ്രദ്ധിക്കുകയും ഇവരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴാണ് അവര് നമ്മൾ ഈ കമ്മലൊക്കെ അടിച്ചിങ്ങനെ പാട്ട് പാടുന്ന പോലെ കയ്യിലിട്ടിരിക്കുന്ന മെഡിക്കൽ ഉപകരണം കീമോതെറാപ്പിയുമായി ബന്ധപ്പെട്ട് ഹൃദയവുമായി ഡയറക്റ്റ് ബന്ധം വരുന്ന വെയിനിലിട്ടിരിക്കുന്ന ആ ഉപകരണത്തെ അടിച്ചുകൊണ്ടിങ്ങനെ ഒരു വീഡിയോ ഇടുന്ന കണ്ടത്. എന്നിട്ട് മാത്രമല്ല സബ്സ്ക്രിപ്ഷനിൽ ഞാൻ ആക്റ്റീവായി ഉടൻ വരുന്നു മകനെ എന്ന് പറഞ്ഞ് മോനെ എന്നും പറഞ്ഞിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംശയം തോന്നാം. എന്തിനേറെ നിങ്ങൾക്കറിയാം, ക്യാൻസർ എന്ന് പറഞ്ഞ ലോകത്ത് ആർക്കും വരരുതേ എന്ന് പ്രാർത്ഥിക്കേണ്ട ഒരു രോഗമാണ്. അത്രമാത്രം ബുദ്ധിമുട്ട് ശാരീരികവും മാനസികവുമായി ഉണ്ടാക്കിയെടുക്കുന്ന രോഗമുള്ള ഒരാളിന് എത്ര ധൈര്യമുണ്ടെങ്കിലും എത്ര വിൽപ്പവർ ഉണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആകാൻ പറ്റില്ല എന്നാണ് അതുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ളവരും കണ്ടിട്ടുള്ളവരും മനസ്സിലാക്കുന്നത്. കൂടാതെ ഇങ്ങനെയൊന്നും വളരെ സ്മാർട്ടായിട്ട് ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. അതിലെല്ലാം ഉപരി അങ്ങനെയുള്ള രോഗികൾ അവരെ പരിചരിക്കുന്ന ഹോസ്പിറ്റലിനുള്ളിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് പുറത്തുവിടാൻ സാധിക്കില്ല എന്നുള്ളതും അതുമായി അടുത്ത് അറിയാവുന്നവർക്കെല്ലാം തന്നെ അറിയാം. ഇദ്ദേഹമാണെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളിലൂടെയും വെല്ലൂരിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ വിഷയത്തിൽ സംശയം തോന്നിയതിന്റെ പുറത്താണ് പരാതിയുമായി പോയിട്ടുള്ളത്. നാളിനെ അദ്ദേഹത്തിന് നേരെ പൊങ്കാലയിട്ടിട്ടോ അദ്ദേഹത്തെ വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടോ കാര്യമില്ല. അങ്ങനെ ഒരു പൗരന് സംശയം തോന്നിയാൽ ആ സംശയം ദൂരീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ ആയാലും സാധാരണ പൗരന്റെ ആയാലും. അപ്പോൾ ഇപ്പം ഈ പറയുന്ന എനിക്കും അങ്ങനെയൊക്കെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇവർ എത്ര ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ ഇവർ പറയുന്നിട്ടില്ലേ വീഡിയോ ചെയ്യുന്നുണ്ട് ഒക്കെ അടിച്ചടിച്ച് ഇങ്ങനെ വീഡിയോ പറയുന്നുണ്ട്. അപ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട് ഇത് ഡയറക്റ്റ് നമ്മുടെ ഹൃദയത്തിലേക്ക് പോകുന്നത് തന്നെയല്ലേ. അപ്പോൾ ഇത്ര സീരിയസ്നെസ് ഇതിനൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ പറയുന്നത് എത്രമായിട്ടുള്ള ശരിയാണ്. അവരെത്ര അവശതയിൽ അവർ ഒരു പ്രാവശ്യം കിടക്കുന്നത് കണ്ടു, പിറ്റേന്ന് അവർ എണീറ്റ് വളരെ എനർജറ്റിക് ആയിട്ട് അവർ വീഡിയോ ചെയ്യുന്നു. എന്തൊക്കെയാണ് അവർ കാണിച്ചു കൂട്ടുന്നത്. അവരുടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് വയ്യാത്ത ഒരു ഇതേയല്ലേ. ഇപ്പോൾ വിഗ് വെക്കുന്നു. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ആ വീഡിയോയിൽ തന്നെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എവിടോ, അതും പുറത്ത് ഏതോ ഹോട്ടലിലും കണ്ടിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ളത് അവരുടെ കാണിക്കുന്നത്. ഇങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ പുറത്തുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമോ? എത്ര കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ്, എത്ര കെയർ ആയിട്ട് സ്വന്തമായിട്ടായാലും കെയർ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ് അവർ എന്തൊക്കെയായി കാണിച്ചു കൂട്ടുന്നത്.